വലുതായിട്ട് അങ്ങനെ തൂങ്ങി നിൽക്കും. അടുത്ത തവണയും പുതിയ ശിഖരങ്ങളൊന്നും വരികയില്ല. ചെടിക്ക് ഒന്നും കൂടി ഉണ്ടായി വരാനുള്ള ഒരു പ്രചോദനമാണ് നമ്മൾ ഈ പ്രൂണിങ് എന്ന് പറയുന്നത്. ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഹൈബ്രിഡ് ബോഗൺവില്ലയുടെ പ്രൂണിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം ഏകദേശം അതിൻ്റെ ആദ്യത്തെ പൂവിടുന്ന സീസണൊക്കെ കഴിഞ്ഞു. ഇനി ആ പൂവുകളൊക്കെ ഇപ്പം കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം തന്നെ നമ്മളത് എന്തായാലും പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് അത് നന്നായിട്ട് കിളിർത്ത് വരുള്ളൂ. അപ്പം ആ ഒരു പ്രൂണിങ് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് വിശദമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ. അപ്പം അത് കാണുന്നതിന് മുന്നേ തന്നെ ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാൻ മറന്നു പോകരുത്. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, മറ്റുള്ള ആൾക്കാർക്ക് കൂടെ ഇത് ഷെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫുള്ള് വീഡിയോ നിങ്ങൾ കാണുകയും ചെയ്യുക കേട്ടോ. അപ്പം എൻ്റെ കയ്യിലൊരു ഹൈബ്രിഡ് ആയിട്ടുള്ള ബോഗൺവില്ലയായിട്ടുള്ളത്. ഈ ബോഗൺവില്ല കംപ്ലീറ്റ് ഫ്ലവറിംഗ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പം ഒരു മഴയും കൂടി പെയ്ത സമയത്ത് പെട്ടെന്ന് തന്നെ എല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം കൊഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതൊരിക്കലും ഇങ്ങനെ വെച്ചേക്കാൻ പാടില്ല. അപ്പം ഈ ഫ്ലവർ കൊഴിഞ്ഞ ഭാഗം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതാക്കുന്നത് നന്നായിട്ട് ഫ്ലവറിൻ്റെ ഭാഗമാണ് കേട്ടോ ഇത്. ഇതൊക്കെ ഇതാക്കുന്ന ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇതിന്മേ തന്നെ ഉണങ്ങാൻ നമ്മൾ അനുവദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കമ്പുകളൊന്നും വലിയ ഉഷാറൊന്നും ഇല്ലാതെ അതും ഉണങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം ഇത് നമ്മൾ എത്രയും പെട്ടെന്ന് ഒഴിവാക്കി കൊടുക്കുകയും വേണം. പിന്നെ ഈ ചെടിയെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൂൺ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. ഇപ്പോൾ പ്രൂൺ ചെയ്യുമ്പോൾ എവിടെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ അധിക സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത് ഇപ്പം ഇങ്ങനെ ഒരു ചെടി വാങ്ങിക്കഴിഞ്ഞാൽ ഇത് അങ്ങനെ തന്നെ അവിടെ വെച്ചേക്കും. പിന്നെ അത് നല്ല രീതിയിൽ വളം ചെയ്യാനോ ഒന്നും നമ്മൾ മെനക്കെടാറില്ല. ഇതിന് വളം ചെയ്യലും പ്രൂൺ ചെയ്യലും വളരെ അത്യാവശ്യമാണ് കേട്ടോ. അതായത് നമുക്ക് നമ്മളെ ബോഡിയിൽ തന്നെ വളർച്ച ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ട്, സ്ഥിരമായിട്ടും പല മാറ്റങ്ങളും നമ്മൾ വരുത്തുന്നുണ്ട്. അതേ രീതി നമ്മൾ ചെടികൾക്കും നമ്മൾ ചെയ്തു കൊടുക്കണം. ഇപ്പം ഞാൻ വാങ്ങിയതിന് ശേഷം കുറഞ്ഞ ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതിൽ ഞാൻ ചെയ്തിരിക്കുന്നത് നന്നായിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുത്തതാണ് കേട്ടോ. ഇതിലാക്കുന്നത് നന്നായിട്ട് ചാണകപ്പൊടി ഉണ്ട്. പിന്നെ ഇതിൽ നിന്ന് കൊയ്യുന്ന ഫ്ലവറുകളൊക്കെ അതിലേക്ക് തന്നെ അതിൻ്റെ ചോട്ടിലേക്ക് ഇട്ട് കൊടുക്കാറാണ് ചെയ്യാറുള്ളത്. അപ്പം അതിൻ്റെ മാറ്റങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ മുകളിൽ കാണുകയും ചെയ്തിട്ടുണ്ടോ. ഇത്ര ഹൈറ്റ് ഒന്നും വാങ്ങുന്ന സമയത്ത് ഇല്ലായിരുന്നു. അത് പിന്നെ നന്നായി വളർച്ച വന്നിട്ടുണ്ട്. അപ്പം ഇതിൽ ഈ ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ഓരോന്നും ഇങ്ങനെ കട്ട് ചെയ്യല്ല, ഇത് നമ്മൾ കുറച്ച് താഴെ വെച്ചിട്ടാണ് ഇത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതിനായിട്ട് കട്ടിങ് ടൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ കമ്പുകളൊക്കെ നമുക്ക് താഴെ വെട്ടുന്ന സമയത്ത് ഇത് ഇത്രയും കൊമ്പ് നമ്മൾ വെട്ടി ഒഴിവാക്കുകയാണോ എന്നുള്ളതൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അതൊന്നും നമ്മൾ ചിന്തിക്കരുത്. കാരണം നമ്മളിത് പ്രൂൺ ചെയ്യുന്നതിനനുസരിച്ച് ഇത് എന്ത് ചെയ്യും, നന്നായിട്ട് വളർന്ന് വരികയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാനൊന്ന് പ്രൂൺ ചെയ്യാണ്. ഈ കൊമ്പ് ആദ്യത്തെ തന്നെ ഇത് ഇവിടെ നിന്ന് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വെട്ടേണ്ട ആവശ്യമില്ല. ഞാൻ കുറച്ച് താഴെ വെച്ചിട്ടാണ് ഏകദേശം ഇവിടെ വെച്ചിട്ട്, അതായത് ഫ്ലവറിങ് വരുന്ന ഈ കംപ്ലീറ്റ് പാർട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിട്ടോ. ഇത് നമുക്ക് ഇതിൻ്റെ ഉപയോഗം ഇനിയും ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് മറ്റു ചെടികളുടെ മുകളിലേക്ക് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം, അല്ലാണ്ട് നമുക്ക് കുത്തിവെച്ചാൽ ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ അതിനേക്കാൾ നല്ലത് വേറെ ചെടീൻ്റെ മുകളിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. ഇത് കട്ട് ചെയ്തത് പോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള പാർട്ടും ഇതും ഏകദേശം ഇവിടെ തന്നെ വെച്ച് കട്ട് ചെയ്ത് കൊടുത്തു. ഈ ഫ്ലവർ വന്ന ഭാഗങ്ങളാണ് കൂടുതൽ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടത് കേട്ടോ. അതിന് താഴോട്ട് ഒരുപാട് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. ഇതൊക്കെ ഈ ഒരു രൂപത്തിലേക്ക് നമ്മൾ ഇതിനെ മാറ്റിട്ടോ. ഇനി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് എന്ത് ചെയ്യും, അടുത്ത ഘട്ടത്തിൽ ഇത് നന്നായിട്ട് ഇത് എല്ലാ സ്ഥലത്തു നിന്നും പുതിയ തേപ്പുകൾ വരും കേട്ടോ. അപ്പൊ ഇത് വെട്ടുമ്പോൾ നമുക്ക് എന്തായാലും ഇത്രയൊക്കെ നമ്മൾ വെട്ടിയതാ, ഞാനിപ്പോ ചെടിമെന്ന് വെട്ടി ഒഴിവാക്കിയതാണ്. ഇത്രയും കമ്പുകൾ ഞാൻ വെട്ടി ഒഴിവാക്കിയിട്ടുണ്ടോ. സ്വാഭാവികമായിട്ട് ഇത് വെട്ടുമ്പോൾ നമുക്ക് എത്രയൊക്കെ വെട്ടി ഒഴിവാക്കണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ നമ്മൾ അതൊന്നും ആലോചിക്കരുത്. വെട്ടിയാൽ നമുക്ക് അത്രയും ഗുണം അടുത്ത ഘട്ടത്തിൽ ഉണ്ടാവുകയാണ് ചെയ്യുക. അതായത് ഈ ചെടി ഇപ്പം എത്ര നമ്മൾ വെട്ടി ഒഴിവാക്കിയല്ലോ, അടുത്ത ഘട്ടത്തിൽ എന്ത് ചെയ്യും, എല്ലാ സ്ഥലത്തുനിന്നും പുതിയ ഇലകൾ പുതിയ തണ്ടുകൾ എന്ത് ചെയ്യും, കിളിർത്ത് വരികയും ചെയ്യും. അപ്പം ഇതിൽ ശാഖകളുടെ എണ്ണം കൂടുകയും ചെയ്യും, നന്നായിട്ട് എന്ത് ചെയ്യും, ഫ്ലവറിങ് ചെയ്യുകയും ചെയ്യും കേട്ടോ. ഇനി ഫ്ലവർ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ പെട്ടെന്നൊന്നും ഫ്ലവർ ചെയ്യാൻ ചാൻസ് ഇല്ല, അടുത്ത പ്രാവശ്യമാണ് ഫ്ലവർ ചെയ്യുക. പക്ഷെ ഫ്ലവറിങ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് നന്നായിട്ട് ഇതിലേക്ക് വളങ്ങൾ ചേർത്ത് കൊടുക്കുകയും വേണം കേട്ടോ. ഒരു ചെടി ഞാൻ ചെയ്തു. ഇനി അടുത്ത രണ്ടാമതൊരു ചെടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഈ ഒരു കളറ്, നല്ലൊരു കളറുള്ള ബോഗൺവില്ല തന്നെയാണ്. ഇത് പരന്നാണല്ലോ ഉണ്ടായത്. ഇത്
ഈ ഭാഗത്തൊക്കെ ഇതാക്കുന്ന പുതിയ പൂവുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇത് വന്നു കഴിഞ്ഞാൽ ഇതാ ഇത്രയും കൊമ്പ് ഇങ്ങനെ നീണ്ടുപോയി ഈ ഒരു അറ്റത്ത് മാത്രമേ എന്ത് വരുന്നുള്ളൂ. ഇത്രയും ലെങ്ത് ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് നിലനിർത്താതെ തന്നെ ഇതൊക്കെ ഞാൻ ഏകദേശം ആക്കുന്ന ഇവിടെ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്രയും ഒരു കൊമ്പ് കട്ട് ചെയ്ത്, അതായത് ഈ ഫ്ലവറൊക്കെ ഇനി 1-2 ദിവസമൊക്കെ നിൽക്കുക. കാരണം ഒന്നാമത് മഴയും കൊണ്ട് നനഞ്ഞിട്ടുണ്ട്, പെട്ടെന്നുള്ള മഴ ആയിരുന്നു, നനഞ്ഞൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫ്ലവർ ഇത്രയും അറ്റത്ത് മാത്രം ചെറിയ രീതിയിൽ ഫ്ലവർ മാത്രമേ ഉണ്ടാവുള്ളൂ, അത് നമുക്ക് വേണ്ട. അതേപോലെ ഇതിന്റെ ബാക്കിയുള്ള കമ്പുകളും ഇതൊക്കെ ഇവിടെ തന്നെ കട്ട് ചെയ്ത് കൊടുത്തു. ഈ ഒരു ചെടിയും അത്ര നല്ല പടർന്ന് നിൽക്കുന്നതായിരുന്നു, ഇത്രയും നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിട്ടോ. ഇതിന് ഞാൻ കട്ട് ചെയ്ത് നോക്കിയതാ, ഇത്രയും ശിഖരങ്ങൾ ഞാൻ ഇതിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും ഇനി ഇതാക്കുന്ന ഏകദേശം 6ഓളം കൊമ്പുണ്ട്. ഇത് കംപ്ലീറ്റ് എന്ത് ചെയ്യും, എല്ലാ ഇലകളുടെ ഭാഗത്ത് നോട്ട്സൊന്നും പുതിയ തളിരകൾ എന്ത് ചെയ്യും, പുതിയ തണ്ടുകൾ ഉണ്ടായി വരികയും ചെയ്യും. അപ്പൊ അത്ര ഇത് കൂടിയിട്ട് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുകയാണ് ചെയ്യട്ടോ. അതുകൊണ്ട് വെട്ടുന്ന സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടാവരുത്, വെട്ടിയാലേ നമുക്ക് ഇതിൽ കാര്യം ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഇതാക്കുന്ന ഇവിടെ കുറെ ഇതൊക്കെ ഹൈബ്രിഡ് ആണ്. ഈ കാണുന്നതൊക്കെ ഹൈബ്രിഡ് ആണ്, പക്ഷെ പല കളറും ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഇത് നേരത്തെ എടുത്തതിന്റെ വ്യത്യസ്തമായിട്ടുള്ള വേറൊരു കളറാണ്, വേറൊരു മോഡലാണ്. ഇതൊക്കെ എന്തായാലും നമ്മൾ വെട്ടി ഒഴിവാക്കണം. കാരണം ഈ ഫ്ലവർ ഒന്നും ഇനി കൂടുതൽ നിൽക്കൂല. ഇപ്പൊ നന്നായിട്ട് മഴ പെയ്തിട്ടതാ ഞാനിത് നല്ല വെള്ളം ഉണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ കൊടയുമ്പം തന്നെ നമുക്ക് ഇതിന്റെ മുകളിൽ ഫ്ലവർ ഒക്കെ കൊഴിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതൊന്ന് വെട്ടി ഒഴിവാക്കുകയാണ്. തൂങ്ങി വരുന്ന ശിഖരങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. ഇതിൽ ഈ ഒരു ചെടി അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെയുള്ള നല്ലൊരു ഷാർപ്പായിട്ടുള്ള കട്ടർ എണ്ണം നമ്മൾ ഉപയോഗിക്കുക. അതായത് കത്തിയൊന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്രത്തോളം നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഇതാക്കുന്ന കാണാൻ നല്ല അത്യാവശ്യം ഹാർഡായിട്ട് തന്നെ ചെടി നിൽക്കുന്നുണ്ട്. നേരത്തെ അത് ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും തൂങ്ങി നിൽക്കുന്ന ഒരു രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കിയിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ വെക്കുക. ഇനി ഇത് സാധാ പോലെ വെയിലിൽ തന്നെ വെച്ചു കൊടുത്താൽ മതി, കാരണം ഇത് ഉണങ്ങി പോയൊന്നുമില്ല. കാരണം ഇത് പുതിയ തളിരിലകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ സമയത്താണ് നമ്മൾ പ്രധാനമായിട്ട് ഇത് കട്ട് ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യേണ്ടത് കേട്ടോ. ഇതൊരു ചില്ലി ഓറഞ്ച് വെറൈറ്റി ആണ്. ഇതിൽ അതേപോലെ തന്നെ കമ്പുകൾ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് നല്ല ലെങ്ത്തിൽ വളർന്ന് കിടക്കുകയാണ്. ഇത് നമുക്ക് വേണ്ട, ഈ രീതിയിൽ വേണ്ട. ഇതൊക്കെ നല്ല ഫ്ലവർ ആയിരുന്നു, കാണാൻ നല്ല ഭംഗിയുള്ളതാട്ടോ. ഒരു സമയത്ത് നന്നായിട്ട് ഫ്ലവർ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ എന്തായാലും അത് പ്രൂൺ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയതാണ്. അപ്പൊ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ചെടികളൊന്നും ആരും പ്രൂൺ ചെയ്യില്ല. എന്നിട്ട് എന്ത് ചെയ്യും, ഈ കൊമ്പുകൾ വലുതായിട്ട് അങ്ങനെ തൂങ്ങി നിൽക്കും. അടുത്ത തവണയും പുതിയ ശിഖരങ്ങളൊന്നും വരികയില്ല. എന്നിട്ട് വീണ്ടും അത് നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ടാവുക, അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടാവില്ല. ഈ ചെടിക്ക് ഒന്നും കൂടി ഉണ്ടായി വരാനുള്ള ഒരു പ്രചോദനമാണ് നമ്മൾ ഈ പ്രൂണിങ് എന്ന് പറയുന്നത്. അപ്പൊ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് എന്ത് ചെയ്യും, അടുത്ത തവണ കൊമ്പുകൾ കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും. അത് ഫ്ലവറിങ്ങിന് നമുക്ക് നന്നായിട്ട് വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് DAP എന്ന് പറയുന്ന വളമൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്താൽ, അല്ലെ 19 എന്ന് പറഞ്ഞ NPK വളം ഉണ്ട്, അതൊക്കെ ഇതിന്റെ ഇലയുടെ മുകളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഫ്ലവർ ഉണ്ടായി വരികയും ചെയ്യും. അതേതായാലും നമ്മൾ ആ സമയത്ത് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അധികം വളമൊന്നും ഞാൻ ഇപ്പൊ ചേർക്കുന്നില്ല, കാരണം ഓൾറെഡി ഞാൻ ഇതിന്റെ മുകളിലേക്ക് ചാണകവും പൊട്ടാഷും ഒക്കെ ചേർത്ത് കൊടുത്തത് ഇപ്പൊ നിലവിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഈ ഭാഗത്ത് തന്നെ ഇലകളൊക്കെ കിളിർത്ത് വരികയും ചെയ്യുന്നുണ്ട് കേട്ടോ. പുതിയ ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് വെയിറ്റ് ചെയ്യണം. വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. 5 ചട്ടി ഇവിടെ പ്രൂൺ ചെയ്ത് വെച്ച് കിട്ടോ. ഈ 5 എണ്ണം ഉണ്ട്. അതേപോലെ തന്നെ പ്രൂൺ ചെയ്യാത്ത ഇപ്പുറത്തെ സൈഡിലുണ്ട്. ഇതൊന്നും ഞാൻ ഇപ്പം നിലവിൽ പ്രൂൺ ചെയ്യുന്നില്ല, കാരണം ഇതൊക്കെ ഫ്ലവർ അത്യാവശ്യം ഉണ്ട്. അതായത് മൾട്ടി കളറുള്ള, അതായത് രണ്ട് കളർ മിക്സ് ആയിട്ടുള്ള കേട്ടോ. വൈറ്റ് അതേപോലെ തന്നെ റോസ് കളറോട് മിക്സ് ആയിട്ടുള്ളതാണ്. അത് സെപ്പറേറ്റ് അല്ല, ഒരു ഫ്ലവർ തന്നെ റോസ് വൈറ്റ് ഇത് രണ്ടും കൂടി തന്നെ ഇതിൽ മിക്സ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതൊരു ടൈപ്പാണ്. ഇതൊരു ആസാം വെറൈറ്റി ആണ്. ഇത് അധികം ബുഷായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, മുള്ളുണ്ടാവില്ല. അതേപോലെ തന്നെ വൈറ്റ് ഉണ്ട്. ഇത് നല്ല ലോങ് ലാസ്റ്റിങ് കിട്ടുന്ന, ഒരുപാട് നിലനിൽക്കട്ടെ ഇതിന്റെ ഫ്ലവർ. അതേപോലെ തന്നെ ഇപ്പുറത്ത് വേറെ ഒന്നുണ്ട്, ഒരു ലൈറ്റ് പിങ്ക് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു റോസ് ഉണ്ട്. ഇതൊന്നും ഞാൻ ഇപ്പം നിലവിൽ ചെയ്യുന്നില്ല, ഇതൊക്കെ നമുക്ക് സമയമാവുന്നേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ
ഇത് നമുക്ക് ചെയ്യാനുള്ളതാണ്. ഈ കൊമ്പ് കണ്ടില്ലേ, ഇപ്പം തന്നെ പുതിയ തളിരിലകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഫ്ലവറും കൂടി കുറച്ചും കൂടി ഒന്ന് പോയിട്ട് ബാക്കി കമ്പുകൾ വെട്ടിക്കൊടുക്കണം. കമ്പ് വെട്ടിക്കൊടുത്താലേ ഇതിൻ്റെ ഈ താഴെ ഭാഗത്ത് നിന്ന് തന്നെ കമ്പ് വന്ന് എന്ത് ചെയ്യും, നേരെ വരും. അല്ലാതെ ഈ സൈഡിലേക്ക് പോയിട്ട് ഇതിൻ്റെ മുകളിൽ നിന്നാണ് ഈ തളിരിലകൾ അവിടെയൊക്കെ വന്നിട്ട് വരുന്നു കഴിഞ്ഞാൽ ഇത് തൂങ്ങിപ്പോകും മാത്രമേ. ഇപ്പം തൂങ്ങാതെ നമ്മൾ കുറച്ചുകൂടി എന്ത് ചെയ്യണം, പൊങ്ങി കിട്ടുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും പ്രൂൺ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരെ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ.